ഞാൻ ഈ പാവം പിടിച്ച റിക്കിന്റെ തല കടിച്ചു പറിച്ച് നിന്നോളാം. അതാകുമ്പോ കുഴപ്പമില്ല. ദേവത അങ്ങനെയൊക്കെ എടുത്ത് കളഞ്ഞു. ഞാൻ എല്ലാവർക്കും പണം വാരി വീശി കൊടുക്കുക. കുറച്ചേ കൊടുത്തുള്ളൂ അല്ലേ റിക്കെ? താങ്കൾ ഉത്തരം പറയും. ഞാൻ ഉത്തരം പറയും. എന്റെ സെർവർ എനിക്ക് ഇഷ്ടമുള്ളത് എല്ലാവർക്കും കൊടുക്കും. ഞാൻ നോമിനി ചെയ്ത് പറ്റിയ സംഭവം ഞാൻ ഡമ്മിയായിട്ട് നിക്കണം. ഡമ്മി നിക്കണം. കണ്ടോ ബ്ലാക്ക് മെയിൽ. ഇങ്ങനെയാണ് നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. നമ്മള് ഫേസ് ആയിട്ട് നിക്കണം. ഇങ്ങനെ എന്റെ ഫേസ് കാണിച്ചിട്ട് അതാ അത് വെറുതെ പോയ എന്നെ പിടിച്ച് വലിച്ച് കല്യാണം കഴിച്ചതാ. അതെ, നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാ. സാംസങ്ങിന്റെ ഫിൽറ്റർ അങ്ങനെ ഞാൻ എന്ത് പറയണം? ഞാൻ എന്തിന്റെ ഫിൽറ്ററിനെ കുറ്റം പറയണം? കണ്ണിനെ കുറ്റം പറയാ. ഞാൻ ഇദ്ദേഹത്തിന്റെ വാചകടിയിൽ വീണു പോയത്. യൂട്യൂബ് പറ്റിച്ചതല്ലേ? എന്റെ യൂട്യൂബ് പറ്റിച്ചത്. സംസാരത്തിൽ വീട്ടിൽ കളഞ്ഞതാ. നമ്മളെ കൺവീൻസ് ചെയ്യിച്ചു. ഏട്ടൻ ഇപ്പോ ഒരു ആടിനെ കാണിച്ചിട്ട് ഇത് പട്ടിയെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കും. അതേപോലെ ഏട്ടൻ അതിനെ വർണ്ണിക്കും. ആടിന്റെ കൊര കേട്ടോന്ന് പറയും. ഞാൻ വിശ്വസിക്കും സത്യമായിട്ടും. എത്ര സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പ്ലേയേഴ്സ് പറ്റുന്നില്ല. റീസ്റ്റാർട്ട് റിക്കൂറ അത് മാത്രല്ല കേരള വിഷന് മൊത്തത്തിൽ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് വിഷയ. ഞാൻ മാത്രം കൊച്ചു തരും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മാമമാരെയൊക്കെ കുട്ടി തിരക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് തലയൊക്കെ കാണിച്ചിട്ട് പോ. തല തല്ലിപ്പറിക്കാൻ ആരും പറയുന്നത് കേട്ടോ. അവസരം തരത്തില്ല. അതിനല്ലേ ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന. ഇപ്പം എന്റെ കഞ്ഞിക്കുടി മുടങ്ങും. അതല്ല സമയം കൂടെ സെറ്റ്. എനിക്ക് സിറ്റിൽ കയറിയിട്ട് എനിക്ക് ഒരു സ്ലാഷ് അടിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞില്ല. അതുപോലെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്റെ ഭർത്താവ്. നീ എന്തോ ചെയ്യാൻ പോകുന്നത്? ആൾക്കാർക്ക് പൈസ ആ എക്കണോമി നശിപ്പിക്കാൻ പോകുന്നത്. അതിന് ഞാൻ നിനക്ക് വളം വെച്ച് തരണോ? അത് കഴിയുമ്പോ നിങ്ങളെല്ലാം 10 ദിവസം കഴിയുമ്പോ നിങ്ങൾ മറ്റേ ഇതാന്ന് പറഞ്ഞു സുനാമി വരുത്തണം. അതൊന്നും പറ്റത്തില്ല. അതാ നിങ്ങൾ തന്നെ പൈസ കൊടുക്കണം. നിങ്ങൾ തന്നെ സുനാമി വരുത്തണം. സത്യം പറഞ്ഞ പാവം. അതാ ഇപ്പൊ രേഷ്മ പറഞ്ഞോളൂ. നിങ്ങൾക്ക് 3 ഗേൾഫ്രണ്ട് എവിടെ ഉണ്ട്? നിങ്ങളുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. റിയൽ ലൈഫിൽ ഫോണൊക്കെ ഞാൻ നല്ലപോലെ ചെക്ക് ചെയ്യാറുണ്ട്. ഏട്ടൻ കാണാത്ത എല്ലാ മെസ്സേജും ഞാൻ കണ്ടുപിടിക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമോ? അല്ലെങ്കിൽ വേണ്ട അല്ല വേണ്ട, നേരിട്ട് വരുമ്പോ പറയാം. അല്ല വെറുതെ ഒരു പണിയില്ലാതിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഏട്ടന്റെ ഫോണില് ഏട്ടന്റെ പഴയ പല അക്കൗണ്ടുകൾ പണ്ട് പുരാതന കാലത്ത് ഇപ്പോഴും 2010, 2010, 2016 മുതലുള്ള അക്കൗണ്ടുകളൊക്കെ. നല്ലൊരു മനുഷ്യനായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാനിപ്പോ എനിക്കൊക്കെ ഉറക്കില്ലാതെ വന്നത് അങ്ങനെ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു വിടും. ഇല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കല്ലേ. എന്റെ അതൊക്കെ കണ്ട് ഞാൻ എന്തോരം ചിരിച്ചിട്ടുണ്ടെന്നറിയാവോ? ബ്രാവോ ഫൈൽസ് അതെല്ലാം എന്റെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ എന്റെ ഭാര്യയുടെ പാസ്റ്റ് അതിന് താല്പര്യമില്ല. പക്ഷെ എന്റെ ഭാര്യക്ക് ഡിറ്റക്റ്റീവ് ജോലി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ അവരോട് പലപ്പോഴും പറഞ്ഞു പോലെ ഡിറ്റക്റ്റീവ് ആവണിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനൊരു തുമ്പോ നമ്മള് ചില കാര്യങ്ങൾ ഫോട്ടോയിലൊക്കെ ഒരു ഫോട്ടോ കണ്ടിട്ട് പല കാര്യങ്ങളും എന്നോട് പറയും. ഞാൻ തന്നെ കിളി പോയി നിൽക്കും. ദൈവമേ ഇവള് ഇത് ഏത് കണ്ണുകൊണ്ടാന്ന് കാണാൻ. നീ വാടാ, നമുക്ക് ഒന്നിച്ചിലർക്കും വരം കൊടുക്കാം. സിറ്റിക്ക് ഏറ്റുന്നില്ല എന്നെ കേരള വിഷയം. അതുകൊണ്ടാണോ അപ്പൊ എല്ലാം നിന്റെ തല ഏൽപ്പിക്കായിരുന്നു. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു. എന്നെ PD ഹെഡ് ആക്കാൻ ഞാൻ ചോദിച്ചു, എന്നെ അഡ്മിൻ ആക്കാവുന്ന. അന്നേ ആടുബ്രോ പറഞ്ഞു പണ്ട വഴി തിരിച്ചു വെക്കോളാൻ. സത്യമായിട്ട് ഇറക്കി. ഞാൻ പണ്ട് ഞാൻ ലാപ്പ് എടുത്ത സമയത്ത് ചോദിച്ചായിരുന്നു ഞാനും അഡ്മിനായിട്ട് വരട്ടെ. അതിന്റെ പ്രശ്നം എന്താ അറിയാ, നീ ഇങ്ങനെ പലതും ചെയ്തു വെച്ച് ഇവർക്ക് തലവേദന അവസാനം. അതുകൊണ്ടാണ് അവർ നിന്നോട് വേണ്ടാന്ന് പറഞ്ഞു. മനസ്സിലായി. എനിക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഒക്കെ ഉണ്ട്. മറ്റേ എന്താണ് GT ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട്. അക്കൗണ്ട് ഞാൻ ആപ്പ് വാങ്ങിക്കൊടുത്തു, IM കയറി സർവർ കയറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്
പക്ഷെ അത് കഴിഞ്ഞപ്പോ അതിനൊക്കെ മുമ്പ് എനിക്ക് ഇദ്ദേഹം എനിക്കൊരു കുട്ടിയെ തന്നു. അപ്പൊ ഇതെല്ലാം അവിടെ ബാലൻസ് ആയി പോയി. എല്ലാം പ്ലാൻ ഞാൻ സർപ്രൈസ്ഡ് ആയില്ല. അതാ കളികൾ ഉണ്ട് ഇപ്പൊ. ഇല്ലല്ല സംശയം. റിക്കു വർക്കിലാണോ? റിക്കു എങ്ങനെ വർക്ക് ചെയ്യാനാ? നീ ഇവിടെ ഇറക്കിനെ പിടിച്ചിരുത്തിയില്ലേ? വർക്ക് ചെയ്യേണ്ട സമയത്ത് റിക്കേ ഒരു ഫുഡ് അഡ്മിൻ പഠിപ്പിച്ചു തരുമായിരുന്നു. റിക്കേ ഒരു എന്താണ് വെള്ളം കൊടുക്ക്. ഇത് വളരെ വലിയ ട്രാപ്പായിരുന്നു. സിറ്റി അപ്പായോ? കാണിക്കരുത്, വിശ്വസിച്ചാലേ. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അവസാനം എന്റെ ശരീരത്തിന്റെ കേട്. പിന്നെ 2 ദിവസം ഞാൻ നോ ലൈവ് ഇടേണ്ടി വരും. ഞാൻ തിരുമലിന് പോകേണ്ടി വരും. ഞാൻ ഇടയ്ക്ക് നോ ലൈവ് ഒക്കെ വേണ്ടേ? ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ശ്രീലാംസ് പോലും പറഞ്ഞു തരത്തില്ല. ക്യാമെന്ന് കണ്ടോ? കണ്ടില്ല. ഓ ഇതായിരുന്നു ഇത്ര നേരം ഞാൻ കണ്ടില്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നേ നോട്ട് വെൽ ലൈഫ് ഫോർ 1 വീക്ക് അത്രേ ഉള്ളൂ. ജിവിയിൽ വിസ ആരൊക്കെ ക്ലിക്ക് വിസ കളി. വെരി ചൂട് 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 ബ്രോ ചന്ദ്രു നിങ്ങളുടെ കൂടെ കളിക്കാൻ ആർക്ക് അത്ര കഴപ്പ്? ഞാൻ ഇവിടെ തിരുത്തിട്ട് വരണ്ടാ. ചൂട് 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 താങ്കൾക്ക് കേൾക്കുന്നു. ചൂടാണ് ഇതുണ്ടല്ലോ. ഹലോ ആരാ അപ്പ എന്താണത്? നമുക്ക് എന്തൊരു സർവർ എന്താടാ ചന്ദ്ര സർവറിനെ പറയുന്നേ? നമുക്ക് ഇപ്പൊ പിടിക്കാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. സ്റ്റാർട്ട് കഴിഞ്ഞില്ലേ? അളിയ കണ്ണുപൊട്ടനാണ് കേട്ടോ സത്യചന്ദ്ര. പിന്നല്ല പാനിക് ആക്കല്ലേ ഇങ്ങനെ. ഞാനേ ഇവിടെ കളിക്കാൻ മാറി മാറി വിസിൽ അടിക്കുന്നത്. ചാടി വിസിൽ അടിക്കുന്നത്. ചാടി വേണ്ട. വലിയ മാപ്പാണ് കേട്ടോ. അവിടെ മാത്രമല്ല വലിയ മാപ്പ്. അതാണോ ഇത്? എനിക്ക് മനസ്സിലാവില്ല. ഇത്ര വലിയ മാപ്പിൽ സമയം കുറവായത്. കൊറേ സ്ഥലമുണ്ട്. ഇതെന്താ ഇത്ര? അവര് കളിക്കട്ടാ. ഇവർക്ക് ഗെയിം അറിയില്ല, പഠിപ്പിച്ചു കൊടുക്കും. കളിക്കാനുള്ള കഴിവില്ലല്ലോ. എനിക്ക് അറിയാത്ത കാര്യം. എനിക്ക് ഗെയിം കളിക്കാനുള്ള വാസനയില്ല സത്യമായിട്ടും. അതൊരു വാസനയാണ്. വാസന മാത്രമേ ഉള്ളൂ. നമുക്ക് നാക്കുകൊണ്ട് പിടിച്ചേക്കാനുള്ള കഴിയില്ല. എനിക്ക് കളിക്കാനുള്ള ഗെയിം കളിക്കാനുള്ള സെൻസ്. സൗണ്ട് ഇല്ലെന്നോ? സൗണ്ട് കേൾക്കുന്നില്ലെന്നോ? ഓക്കെ ഹലോ 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 കേക്കാവോ ഗൈസ്? എന്താണ് സിറ്റിയുടെ അവസ്ഥ? എന്താണ്? ഞാൻ റിക്കിനോട് റിക്ക് പോയോ? ഓക്കെ